ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വെറൈറ്റി ഓലൻ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. വളരെ സ്വാദിഷ്ടവും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുമായ ഒരു ഓലനാണ് ഇത്. ഓലൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെങ്കിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇതിന് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നാളികേരം വേണം, കുമ്പളങ്ങയാണ് ഇതിൻ്റെ മെയിനായിട്ട്. കുമ്പളങ്ങയും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില നല്ല ഫ്രഷ് തന്നെ എടുത്തോളൂ. അപ്പോൾ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ഇഞ്ചി, പച്ചമുളകിന് പകരം ഞാനിങ്ങനെ ഇതേപോലത്തെ വലിയ കാന്താരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഉണക്കപ്പയർ അല്ലെന്നുണ്ടെങ്കിൽ വൻപയർ ഒക്കെ ഇല്ല, നമ്മുടെ ചുമന്ന വൻപയർ ഇവിടെ കുക്കറിൽ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം എടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് ആദ്യം കുക്ക് ചെയ്യുന്നത്. നമ്മൾ രണ്ടാം പാലൊക്കെ ഒഴിച്ചിട്ട് സാധാരണ ചെയ്യാറുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ വെള്ളം ഒട്ടും കളയാതെ തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പയറിൻ്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കുമ്പളങ്ങ കഷ്ണമൊക്കെ ആ പയറിൻ്റെ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അധികം വെള്ളം തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം മാറ്റി കൊടുക്കണം. ഇനിയിപ്പം ഞാൻ തേങ്ങാപ്പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുറി നാളികേരത്തിൻ്റെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. ഇനി അത് നന്നായിട്ട് നമുക്ക് ഇളക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ടത് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വറുത്തൊന്നും ഇടണ്ട. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 2 ഇതൾ കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് മുക്കി അങ്ങനെ വെക്കുക. അപ്പം ഇത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എത്ര സ്വാദിഷ്ടമായതും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതുമായ ഒരു വിഭവമാണിത്. ഓലൻ ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവർ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, ബായ്.